അനാലിസിസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന ചാപ്റ്ററിലെ ട്രയൽ ബാലൻസ് എന്ന കംപ്ലീറ്റ് പോർഷൻ വെറും 10 മിനിറ്റിനുള്ളിൽ പഠിച്ചു തീർത്താലോ? ഓക്കെടാ, പഠിച്ചു തീർക്കാം. ആദ്യം നമ്മൾ അറിയേണ്ടത് ട്രയൽ ബാലൻസ് എന്താണ്. തിയറി ക്വസ്റ്റ്യൻ വരാം. ട്രയൽ ബാലൻസ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അത് പ്രിപ്പയർഡ് വിത്ത് ബാലൻസസ് അല്ലെങ്കിൽ ടോട്ടൽസ് ഓഫ് ഡെബിറ്റ്സ് ആൻഡ് ക്രെഡിറ്റ്സ് ഇൻ ഓൾ ലെഡ്ജർ അക്കൗണ്ട്സ് ടു ടെസ്റ്റ് ദി അരിത്തമെറ്റിക്കൽ അക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്. അപ്പൊ അരിത്തമെറ്റിക്കൽ അക്യുറസി, ലെഡ്ജറുകളുടെ അരിത്തമെറ്റിക്കൽ അക്യുറസി ഉറപ്പുവരുത്താൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ട്രയൽ ബാലൻസ്. അതിൽ എന്തായിരിക്കും ഉണ്ടാവുക? ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസുകളോ ടോട്ടലുകളോ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ശരി, ആ ഒരു സ്റ്റേറ്റ്മെന്റ് പഠിക്കണം. പിന്നെ നിങ്ങൾ എന്തായാലും പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ? അപ്പോൾ വാട്ട് ഈസ് ട്രയൽ ബാലൻസ്? അതുപോലെ തന്നെ 2 ഒബ്ജക്റ്റീവ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതണം. എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ്? നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ അല്ലേ, അരിത്തമെറ്റിക്കൽ അക്യുറസി അസർട്ടൈൻ ചെയ്യുക, എന്തിന്റെ? ലെഡ്ജർ അക്കൗണ്ടുകളുടെ. അതുപോലെ എറേഴ്സ് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യുക, ടു ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ്, ടു ഹെൽപ്പ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ചാപ്റ്റർ പഠിക്കുമ്പോൾ അല്ലേ ട്രയൽ ബാലൻസ് വെച്ചിട്ടാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ പ്രിപ്പറേഷനെ ഹെൽപ്പ് ചെയ്യാൻ ആര് സഹായിക്കും? ട്രയൽ ബാലൻസ് സഹായിക്കും. അപ്പൊ ഈ 3 ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്തോളൂ, നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോളൂ. ഇനിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. അപ്പൊ ഇതാ ട്രയൽ ബാലൻസിന്റെ ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ ട്രയൽ ബാലൻസ് ഫ്രം ദ ഫോളോവിംഗ് ബാലൻസസ്. അപ്പൊ ക്വസ്റ്റ്യനിൽ ഇതാ ലെഡ്ജർ അക്കൗണ്ടുകളുടെ പേരും അതിന്റെ ബാലൻസും ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് എന്തുണ്ടാക്കിയാൽ മതി? ട്രയൽ ബാലൻസ് ഉണ്ടാക്കിയാൽ മതി. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇതുപോലൊരു ട്രയൽ ബാലൻസിന്റെ ഫോർമാറ്റ് വരയ്ക്കുക. ആദ്യം തന്നെ എന്താണ്? അക്കൗണ്ട് ടൈറ്റിൽ ഉണ്ട്, ഡെബിറ്റ് ബാലൻസ് ഉണ്ട്, ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന എല്ലാ ഐറ്റംസും അത് അതേപടി എന്ത് ചെയ്യുക, അക്കൗണ്ടിങ് ടൈറ്റിലിന്റെ അണ്ടറിൽ എഴുതാം. എങ്ങനെ? ആദ്യം ഇതാ ക്യാപിറ്റൽ എന്ന് എഴുതാം. ഇനി ക്യാപിറ്റല്, പിന്നെ എന്താ ബാഡ് ഡെപ്റ്റ്. കണ്ടോ, വേണമെങ്കിൽ നമുക്ക് ഫുൾ അതങ്ങ് എഴുതി വെക്കാം, ബാഡ് ഡെപ്റ്റ്സ് അങ്ങനെ. പക്ഷേ ഇത് എഴുതുന്നതിന്റെ ഒപ്പം തന്നെ അതിന്റെ എമൗണ്ട്, ഈ കാണിക്കുന്ന എമൗണ്ടും കൂടി ഇവിടെ എഴുതി പോയി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പരിപാടി തീരും. പക്ഷേ ആ എമൗണ്ട് ഏത് കോളത്തിൽ എഴുതും? അതായത് ഇപ്പൊ ക്യാപിറ്റലിന്റെ 30,000 നമ്മളിതാ 2 കോളം ഉണ്ടല്ലോ, അതിൽ ഏത് കോളത്തിൽ എഴുതും? ക്യാപിറ്റലിന് ഇവിടെ എഴുതി, അതിന്റെ 30,000 ഇവിടെ എഴുതണോ അതോ ഇവിടെ എഴുതണോ? ഇതായിരിക്കും നമ്മുടെ കൺഫ്യൂഷൻ. അപ്പോ ആ കൺഫ്യൂഷൻ തീർക്കാൻ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഈ സാധനം പഠിച്ചു വെച്ചാൽ മതി, ഈ കോഡ് പഠിച്ചു വെച്ചാൽ മതി. ഈ കോഡ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഡാ LIC ആണ്. എന്താണ്? എഡാ LIC. എഡാ LIC ക്ലിയർ ആണോ? എഡാ LIC. എഡാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാ ഡെബിറ്റ്, ഡാ ഡെബിറ്റ്. ഓക്കെ, എഡാ എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ആണ്. ഓക്കെ, LIC ലാസ്റ്റ് എന്താ? സി. അപ്പൊ LIC എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രെഡിറ്റ് ആണ്. അപ്പൊ എന്താണ് ഈ കോഡ്? എന്താണ് ഈ കോഡ്? എഡാ എന്ന് കേട്ടാൽ നിങ്ങൾ ഡെബിറ്റ് ബാലൻസ് ആണ്. അതിന്റെ അർത്ഥം ഇ എന്ന് പറഞ്ഞാൽ എഡാന്റെ ഇ ഫോർ എക്സ്പെൻസസ്, ഡി ഫോർ ഡ്രോയിങ്സ്, എ ഫോർ അസറ്റ്. അപ്പൊ ഈ എഡാ കോഡിൽ പെടുന്ന എക്സ്പെൻസുകളെയും ഡ്രോയിങ്സും അസറ്റിനെയും നിങ്ങൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ബാലൻസ് ആയിട്ട് കാണിക്കണം. ഇതിനൊക്കെ എന്ത് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ ദാ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഈ ഐറ്റംസിൽ എക്സ്പെൻസുകളോ ഡ്രോയിങ്സോ അസറ്റോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഇതാ ഇവിടെ എഴുതുന്ന സമയത്ത് അതിന്റെ ബാലൻസ് ഏത് കോളത്തിൽ എഴുതേണ്ടത്? ഡെബിറ്റ് ബാലൻസിന്റെ അണ്ടറിലാണ് എഴുതേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് ഏതാ? LIC കോഡ്. LIC കോഡ് എന്ന് പറഞ്ഞാൽ L ഫോർ ലയബിലിറ്റികൾ, I ഫോർ ഇൻകം, സി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ. അപ്പൊ ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ. LIC ആണെങ്കിൽ അതിന്റെ ബാലൻസ് നിങ്ങൾ എവിടെ എഴുതണം? ക്രെഡിറ്റിൽ എഴുതണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാറേ ക്യാപിറ്റൽ LICന്റെ ഭാഗമല്ലേ 30,000, അപ്പൊ അതിന്റെ ബാലൻസ് ക്രെഡിറ്റിലല്ലേ എഴുതേണ്ടത്? അതെ സാറേ. അങ്ങനെയാണെങ്കിൽ സാറേ ബാഡ് ഡെപ്റ്റ് 2,000 അതൊരു നഷ്ടം അല്ലെങ്കിൽ ഓക്കെ എക്സ്പെൻസ് നമുക്ക് എന്ത് ചെയ്യാം? ലോസ് എന്ന് പറയാം അല്ലേ? ലോസ് അല്ലെങ്കിൽ എക്സ്പെൻസുകൾ. ഇൻകങ്ങളാണെങ്കിലോ ഗെയിനുകൾ അല്ലെങ്കിൽ ഇൻകങ്ങൾ. അങ്ങനെ ഓർത്ത് കൊടുക്കാം. അപ്പൊ ഇതാ ഒരു എക്സ്പെൻസ് വന്നാൽ ബാഡ് ഡെപ്റ്റ് പറഞ്ഞാൽ കിട്ടാക്കടമാണ്, ഡെപ്റ്റേഴ്സിന് തരത്തില്ല. അപ്പൊ നമ്മൾ P&L അക്കൗണ്ടിൽ ഒരു എക്സ്പെൻസ് ആയി അല്ലെങ്കിൽ ഒരു നഷ്ടമായി ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റമാണ് ആര്? ബാഡ് ഡെപ്റ്റ്. അപ്പൊ ആ ബാഡ് ഡെപ്റ്റ് 2,000 രൂപയെ ഞാൻ എവിടെ എഴുതണം? ഡെബിറ്റ് ബാലൻസിന്റെ അണ്ടറിൽ എഴുതണം. അടുത്തത് ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ എവിടെയോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റ് ചെയ്താൽ അതൊരു അസറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അസറ്റുകൾ എഡായുടെ ഭാഗമാണ് അസറ്റ്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റുകൾക്ക് എന്ത് ബാലൻസ് ആയിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പൊ ഇൻവെസ്റ്റ്മെന്റുകൾ എഴുതുക, അതിന്റെ ബാലൻസ് എവിടെ എഴുതുക? ഡെബിറ്റ് സൈഡില് 25,000. അടുത്തത് ക്യാഷ്, അസറ്റ് ആണ്, 7,000 രൂപ, ഡെബിറ്റ് ആണ്. ഓക്കെ, അടുത്തത് പർച്ചേസസ്, എക്സ്പെൻസ് ആണ്. അപ്പൊ എക്സ്പെൻസുകളുടെ കോഡ് എന്താണ്? ഡെബിറ്റ് ആണ്. പർച്ചേസ് എഡാ ഡെബിറ്റ് ആണ്, 12,000 രൂപ. അടുത്തത് റിട്ടേൺ ഇൻവേർട്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റിട്ടേൺ ഇൻവേർട്സ് എന്ന് പറഞ്ഞാൽ
അകത്തേക്ക് തിരിച്ചു വന്നു. എന്ത്? നമ്മൾ വിറ്റ സാധനം. റിട്ടേൺ ഇൻവേർട്സ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? നമ്മുടെ അകത്തേക്ക് എന്താ തിരിച്ചു വരിക? നമ്മൾ പുറത്തേക്ക് എന്തെങ്കിലും പിന്നെ അയച്ചിട്ടുണ്ടെങ്കിൽ അതല്ലേ അകത്തേക്ക് തിരിച്ചു വരിക. പുറത്തേക്ക് അയക്കുന്നതിനെയാണ് സെയിൽസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ വിൽക്കുമ്പോൾ പുറത്തേക്ക് പോകുന്നു, അത് തിരിച്ചു വരുന്നു, അതാണ് സെയിൽസ് റിട്ടേൺ. അപ്പൊ സെയിൽസ് റിട്ടേണിനെയാണ് റിട്ടേൺ ഇൻവേർട്സ് എന്ന് പറയുന്നത്. റിട്ടേൺ ഇൻവേർട്സ് എന്ന് എന്താ അർത്ഥം? സെയിൽസ് റിട്ടേൺ. സെയിൽസ് റിട്ടേണിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസിന് എന്താ ബാലൻസ്? സെയിൽസിന് എന്താ ബാലൻസ്? ക്രെഡിറ്റ്. അപ്പൊ സെയിൽസ് റിട്ടേൺ എന്തായിരിക്കും? ഡെബിറ്റ്. അപ്പൊ ഇതുപോലത്തെ റിട്ടേൺ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? സെയിൽസ് ഒരു ഇൻകം ആണ്, ഇൻകം LICന്റെ ഭാഗമാണ്, അതുകൊണ്ട് ക്രെഡിറ്റ് ആണ്. അപ്പൊ സെയിൽസ് റിട്ടേൺ എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഡെബിറ്റ് ആയിരിക്കും. അപ്പൊ റിട്ടേൺ ഇൻവേർട്സ് 3000 രൂപ നിങ്ങൾ എവിടെ എഴുതണം? ഡെബിറ്റിൽ എഴുതണം. ആൻഡ് സെയിൽസ് ഒരു ഇൻകം ആണ് 18,000. സെയിൽസ് ഇപ്പൊ നമ്മൾ പറഞ്ഞേ ഉള്ളൂ. സെയിൽസ് ഒരു ഇൻകം ആണ്, അതുകൊണ്ട് 18,000 നമ്മൾ എവിടെ എഴുതണം? ക്രെഡിറ്റില്. അടുത്തത് റിട്ടേൺ ഔട്ട്വേർഡ്സ്. എന്താ റിട്ടേൺ ഔട്ട്വേർഡ്സ്? അത് പർച്ചേസ് റിട്ടേൺ ആണ്. നമ്മൾ ഇങ്ങോട്ട് പർച്ചേസ് സാധനം പുറത്തേക്ക് റിട്ടേൺ ചെയ്തു. ഓക്കെ, അതാണ് റിട്ടേൺ ഔട്ട്വേർഡ്സ്. അത് പർച്ചേസ് റിട്ടേൺ ആണ്. പർച്ചേസിന് ഡെബിറ്റ് ബാലൻസ് ആ എക്സ്പെൻസ് ആയത് കാരണം. അപ്പൊ പർച്ചേസ് റിട്ടേൺ എന്തായി മാറും? ക്രെഡിറ്റ് ബാലൻസ് ആയി മാറും. റിട്ടേൺ ഔട്ട്വേർഡ്സ് 1000 രൂപ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും മൊത്തം കൂട്ടണം. കൂട്ടിയിട്ട് ടാലി ആവുന്നുണ്ടോ നോക്കണം. കുട്ടിയൊക്കെ 30, 18, 48, 1, 49,000 രൂപ. ഇവിടെയോ 27, 34, 12, 46, 3, 49,000 രൂപ. കണ്ടോ, ട്രയൽ ബാലൻസ് ടാലി ആകുന്നുണ്ട്. വളരെ എളുപ്പമാണ് ട്രയൽ ബാലൻസ് പോർഷൻ. എവിടെ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എഴുതണം. മാർക്ക് കളയരുത്. പബ്ലിക് എക്സാമിന് എല്ലാവരും നല്ല അടിപൊളി മാർക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ തൽക്കാലത്തേക്ക് ബൈ.